രാസകീടനാശിനികൾ ഉപയോഗിച്ചപ്പോൾ ചെടിയുടെ വളർച്ചയും പൂക്കളുടെ വിരിയലും വളരെ കുറവായിരുന്നു. അതിനുശേഷം ഞാൻ ഫേസ്ബുക്കിൽ കാണുകയും എപികെഎസ് ഓർഗാനിക്സ് കമ്പനിയുടെ FL77 എന്ന മരുന്നിനെക്കുറിച്ച് അറിയുകയും അവരെ ബന്ധപ്പെടുകയും ചെയ്തു. അവർ അത് നേരിട്ട് കാണുകയും അത് ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. ഞാൻ അത് ഉപയോഗിച്ചതിനുശേഷം പൂക്കളുടെ ഗുണനിലവാരവും വളരെ മികച്ചതായിരുന്നു. പൂക്കൾ നന്നായി വിരിഞ്ഞു, നല്ല ഗുണനിലവാരത്തോടെ ലഭ്യമാകാൻ തുടങ്ങി. പന്നീർ റോസിന് ഈ FL77 മരുന്ന് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് 10 ലിറ്റർ വെള്ളത്തിൽ 1/4 ലിറ്റർ മരുന്ന് കലർത്തി ഒരു സ്പ്രേയർ ഉപയോഗിച്ച് തളിക്കാം. നിങ്ങൾ ചെടിയുടെ ഇരുവശത്തും നന്നായി തളിച്ചാൽ പുതിയ ചിനപ്പുപൊട്ടൽ രൂപം കൊള്ളും. ആ തളിരുകൾക്ക് ശേഷം രൂപം കൊള്ളുന്ന മുകുളങ്ങൾ വ്യക്തമായി വളരുന്നു, നന്നായി വിരിഞ്ഞു, നീളമുള്ള തണ്ടുകൾ ഉണ്ടാകും. ഹലോ സർ, ഞാൻ ട്രിച്ചി ജില്ലയിലെ ദുവരംകുരിച്ചിക്കടുത്തുള്ള ഒരു പ്രദേശത്താണ്. ഞങ്ങൾക്ക് ഏകദേശം 1.5 ഏക്കർ ഭൂമിയുണ്ട്. ഞാൻ 50 സെന്റ് മുല്ലപ്പൂവും 50 സെന്റ് പന്നീർ റോസും കൃഷി ചെയ്യുന്നു. ഞാൻ ആദ്യമായി മുല്ലപ്പൂ കൃഷി ചെയ്തപ്പോൾ രാസകീടനാശിനികൾ ഉപയോഗിച്ചിരുന്നു. രാസകീടനാശിനികൾ ഉപയോഗിച്ചപ്പോൾ ചെടിയുടെ വളർച്ചയും പൂക്കളുടെ വിരിയലും വളരെ കുറവായിരുന്നു. അതിനുശേഷം ഞാൻ ഫേസ്ബുക്കിൽ കാണുകയും എപികെഎസ് ഓർഗാനിക്സ് കമ്പനിയുടെ FL77 എന്ന മരുന്നിനെക്കുറിച്ച് അറിയുകയും അവരെ ബന്ധപ്പെടുകയും ചെയ്തു. ഞാൻ അവരെ ബന്ധപ്പെടുകയും ചോദിച്ചപ്പോൾ അവർ അത് വ്യക്തമാക്കുകയും അത് ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. ഞാൻ അത് ഉപയോഗിച്ച ശേഷം പൂക്കൾ നന്നായി വിരിഞ്ഞു. പൂവിന്റെ ഗുണനിലവാരവും വളരെ മികച്ചതായിരുന്നു. മൊത്തത്തിൽ എനിക്ക് നല്ല ഫലങ്ങൾ ലഭിച്ചു. ഫലങ്ങളിൽ ഞാൻ വളരെ സംതൃപ്തനായിരുന്നു. അതിനുശേഷം ആ മരുന്ന് ഉപയോഗിച്ച ശേഷം പന്നീർ റോസിനും അതേ മരുന്ന് ഉപയോഗിക്കാമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവർ അത് ഉപയോഗിക്കാൻ ശുപാർശ ചെയ്തു. അതനുസരിച്ച് ഇപ്പോൾ ഞാൻ പന്നീർ റോസിനും ഇത് ഉപയോഗിക്കുന്നു. അവിടെ എനിക്ക് ലഭിച്ച ഫലങ്ങൾ വളരെ നല്ലതാണ്. അതിനുശേഷം ഞാൻ അഭിമാൻ ഉപയോഗിച്ചു. അത് ശുപാർശ ചെയ്തത് അവരാണ്. ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അത് നനയ്ക്കുകയും പിന്നീട് അത് പ്രയോഗിക്കുകയും വേണം. നിങ്ങൾ അത് ചെടിയുടെ അടിഭാഗത്ത് തളിക്കുമ്പോൾ വേരുകൾ നന്നായി വികസിക്കുകയും ചെയ്യുന്നു. വേരുകളുടെ വളർച്ച നല്ലതായിരിക്കുമ്പോൾ ചെടിയുടെ വളർച്ചയും നല്ലതാണ്. ഇതിന്റെ ഫലം എനിക്ക് 100% തൃപ്തികരമാണ്. പന്നീർ റോസിന് ഈ FL77 മരുന്ന് ഉപയോഗിക്കണമെങ്കിൽ 1/4 ലിറ്റർ മരുന്ന് 10 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഒരു സ്പ്രേയർ ഉപയോഗിച്ച് തളിക്കാം. ചെടിയുടെ ഇരുവശത്തും നന്നായി തളിച്ചാൽ പുതിയ മുളകൾ ഉണ്ടാകും. ആ പുതിയ തളിരുകൾക്ക് ശേഷം രൂപം കൊള്ളുന്ന മുകുളങ്ങൾ വ്യക്തമായി നന്നായി വിരിഞ്ഞ് നീളമുള്ള തണ്ടോടെ വളരുന്നു. അതിനാൽ ഈ പന്നീർ റോസിന് വിപണിയിൽ സവിശേഷമായ മൂല്യവും നല്ല സ്വീകാര്യതയുമുണ്ട്. മുല്ലപ്പൂവിനും ഇതേ രീതി ഉപയോഗിക്കാം. മുല്ലപ്പൂവിൽ ഉപയോഗിക്കുമ്പോൾ നല്ല വിരിയലും നല്ല ഗുണനിലവാരവും ലഭിക്കും.